നമസ്കാരം. അപ്പോൾ മറിമായ ടീമിന്റെ പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തെക്കുറിച്ച് ചില മീഡിയകളിലൂടെ തെറ്റായൊരു പ്രചരണം നടക്കുന്നുണ്ട്. മറിമായം ടീമിന്റെ ആ ഒരു മറിമായം പോലെയാണ് ഈ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ നമ്മുടെ മീഡിയക്ക് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമായ രീതിയിൽ തന്നെ മീഡിയയോട് പറഞ്ഞിരിക്കുന്നത്. മറിമായം എന്ന് പറയുന്ന ആ ഒരു സീരിയലിലെ എപ്പിസോഡുകൾ പോലെ തന്നെയാണ് ഈ ഒരു ചിത്രവും എന്ന് പറയുന്നത് ശരിയാണോ? പ്രേക്ഷകരുടെ ഒരു തെറ്റിദ്ധാരണ അതെന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, സിനിമ കണ്ടവർക്ക് അങ്ങനെ തോന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, മറിമായം എപ്പിസോഡുകൾ പോലെ ഒരിക്കലും നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ സിനിമയുടെ എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ള ഒരു സിനിമയാണ് പഞ്ചായത്ത് ചെട്ടി. കണ്ടവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയണത്. അതിലൊരു സന്തോഷം. ശരിക്കും ഈ കണ്ടിറങ്ങിയ എല്ലാ പ്രേക്ഷകരുടെയും മുഖത്ത് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? അല്ല, അത് തന്നെയാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് ജനഹൃദയങ്ങൾ കീഴടക്കി ഈ മറിമായം എന്ന് പറയുന്ന ആ ഒരു സീരിയലിന്റെ ഗ്യാപ്പുകളിലായിരുന്നു ഈ സിനിമയുടെ ഷൂട്ട്. ശരിക്കും ഈ മറിമായം എന്ന് പറയുന്ന ആ സീരിയലിന്റെ ഗ്യാപ്പുകളിലായിരുന്നു ഈ ഒരു സിനിമയുടെ ഷൂട്ട്? ഗ്യാപ്പുകളല്ല, ഒരു 35-38 ദിവസത്തോളം കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു. അതിൽ മണിയേണ്ണും സലിമിക്കും മാത്രമാണ് മറിമായത്തിൽ നിന്ന് ഒരു 2 മാസം മാറി നിൽക്കേണ്ടി വന്നത്. ബാക്കി ഞങ്ങളൊക്കെ എന്താ പറയുക, ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതായത് സിനിമ ഇല്ലാത്തവർ മറിമായത്തിൽ, മറിമായം ഉള്ളപ്പോൾ മാറി ശരിക്കും മറിമായം പോലെയായിരുന്നു ഈ ഷൂട്ടല്ലേ? മറിമായം പോലെ ഒരിക്കലും ആകാൻ പറ്റില്ല. കാരണം ഒരു 22 മിനിറ്റ് കണ്ടന്റ് നമ്മൾ എടുക്കുന്ന അത്രയും എളുപ്പമല്ല ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അത് വ്യത്യാസം തന്നെയാണ്. പക്ഷേ എങ്കിലും എന്താ പറയുക, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ വരുന്ന ആ ഒരു ഫീലിലാണ് ഞങ്ങൾ എല്ലാവരും അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഹാപ്പി മൂഡായിരുന്നു ഓരോ ലൊക്കേഷനിലെയും ഓരോ ചിത്രീകരണങ്ങളും. അതെ. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് കൊടുക്കാവുന്ന നല്ലൊരു ഗിഫ്റ്റാണോ ഈ ഒരു ചിത്രം? അല്ല, അങ്ങനെയാണ്. നമ്മളൊരു സാധനം നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാണ്. അപ്പം കണ്ടവർ ഇതുവരെ മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. കണ്ട് ഇഷ്ടപ്പെടുന്നവർ ബാക്കിയുള്ളവരോടും കൂടെ പറഞ്ഞ് തിയേറ്ററിലേക്ക് നിങ്ങൾ വന്ന് കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഈ ഒരു ഭാര്യയും ഭർത്താവും ഒത്തിരി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഓരോ രംഗങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയകളിൽ ഭാര്യയും ഭർത്താവും ഒത്തിരി വീഡിയോസ് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഭർത്താവിന് കൊണ്ടുവന്നില്ലേ? ഇല്ല, ഷൂട്ടിലാണ്. സിനിമയുടെ ഷൂട്ടാണോ? അല്ല, ഉപ്പുമുളകും ഷൂട്ട് അടക്കാൻ. പഞ്ചായത്ത് ചിട്ടി എന്ന് പറയുന്ന ഈ ഒരു ചിത്രം മറിമായത്തെ പോലെ തന്നെ ഷൂട്ട് ചെയ്ത ഒരു ചിത്രമാണെന്നൊരു വിഭാഗം പ്രേക്ഷകർ പറയുന്നു. ശരിയാണോ? അങ്ങനെ ഒരു പ്രേക്ഷകർ പറയുന്നത് ഞാൻ കേട്ടില്ല. എന്തായാലും ഇപ്പോൾ കണ്ടവരൊക്കെ സിനിമ ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ്. പിന്നെ ഒരിക്കലും മറിമായത്തിൻ്റെ ഒരു പതിപ്പല്ല സിനിമ. മറിമായത്തിൻ്റെ ഫ്ലേവർ സിനിമയ്ക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ മറിമായം ടീമാണ് സിനിമ ചെയ്യുന്നത്. അതല്ലാതെ മറിമായം നമുക്കൊരു ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ബിഗ് സ്ക്രീനിൽ അതിൻ്റേതായിട്ടുള്ള ചില ചേരുവകളും ചില സ്വഭാവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ ചിട്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സിനിമ സംവിധായകനായിട്ടുള്ള മണികണ്ഠൻ പട്ടാമ്പി അല്ലെങ്കിൽ സലീമൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾക്ക് അഭിനയിക്കുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല സ്ഥലങ്ങളിലും നമുക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മറിമായം ടീം ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ മറിമായത്തിൻ്റെ മാനകൃതിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പ്രേക്ഷകരുടെ ഒരു വലിയ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് തിയേറ്ററിൽ നിന്ന് റിലീസായ ഈ ഒരു പഞ്ചായത്ത് ചെട്ടി. കാരണം മറിമായം ടീമിൻ്റെ ഒരു എപ്പിസോഡായിട്ടല്ല കാണേണ്ടത്, ഒത്തിരി ഒരു 2 മണിക്കൂറത്തെ സിനിമയായിട്ട് ബിഗ് സ്ക്രീനിൽ എന്നാണ് തെളിയുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനുള്ളൊരു ഉത്തരമായി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് വിവരിക്കാനുള്ളത്? തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഒരുപാട് പേര് നമ്മളെപ്പോഴും മറിമായം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമ്മളോട് എപ്പോഴും സിനിമയിൽ നിങ്ങൾ ശ്രദ്ധേയമായി വേഷം ചെയ്യാത്തത് എന്താണ്, അല്ലെങ്കിൽ അത് അപ്പോൾ പലപ്പോഴും നമുക്ക് വരുന്ന അവസരങ്ങളാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ള ആളുകൾ ഒരു നല്ല ക്യാരക്ടർ തരാൻ എപ്പോഴാണോ ചിന്തിക്കുന്നത് അപ്പോഴാണോ നമ്മളതിന് നല്ല ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്, ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മറിമായം ടീം എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ്. ശരിക്കും ഒരു ഫാമിലി മൂഡായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ഓരോ ഷൂട്ട് ലൊക്കേഷനിലും ഷൂട്ടിങ് അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഞങ്ങൾക്ക് 14 വർഷത്തെ ഞങ്ങളുടെ ഒരു കോംബോ, ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അത് ഷൂട്ടിംഗ് സ്ഥലത്തൊന്നും നമുക്ക് വരയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്താണ് അവരുടെ പൾസ് എന്ന് അറിയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സീൻ വർക്കൗട്ട് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. ടെൻഷനിലാണ് വർക്കൗട്ട് ചെയ്തത്. കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് ആയിരുന്നു ഓരോ ലൊക്കേഷനിലും. അതെ തീർച്ചയായും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ചിത്രം എന്തായാലും തിയേറ്ററിൽ നല്ലൊരു ഗിഫ്റ്റാണ് പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നതെന്നാണ് അത് ഞങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഈ ഒരു ചിത്രം കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകന്റെ മുഖത്തും ഹാപ്പിനെസ് ആണ്. അപ്പൊ അതെന്താണ് പറയാനുള്ളത്? അതിന് ഉത്തരം എന്താണ്? അല്ല, അത് അവരാണ് കണ്ട അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ചിരി കിട്ടേണ്ടടത്തൊക്കെ നമ്മൾ അതൊക്കെയാണ് നോക്കുന്നത്. പ്രേക്ഷകർ ഇതെങ്ങനെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ചിരി കിട്ടുന്നു, നമ്മൾ പ്രതീക്ഷിച്ചിടത്തൊക്കെ ചിരി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് നല്ല മുഹൂർത്തങ്ങളിലൊക്കെ ആളുകൾ അത്രയും സൈലൻ്റായിട്ട് അത് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലൈമാക്സും ഒക്കെ നല്ല പഞ്ചിൽ വന്നിട്ടുണ്ട് എന്നാണ് കണ്ടവരൊക്കെ പറയുന്നത്. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗിഫ്റ്റാണ്. നമ്മൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു വരുന്ന സിനിമയല്ല, നമ്മളൊരു കൊച്ചു സിനിമയാണ്. പക്ഷെ ആ ഒരു കൊച്ചു സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് പ്രേക്ഷകരുടെ അഭിപ്രായം വന്നിട്ട് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഈ ഒരു ആക്ടറിന്റെ ഒത്തിരി സിനിമകൾ കണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി മൂഡിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇക്കയുടെ ആദ്യത്തെ സിനിമ ഏതാണ്? എൻ്റെ ആദ്യത്തെ ഒരു ക്യാരക്ടർ റോൾ എന്ന് പറയുന്നത് ഇഷ്ടം എന്ന് പറഞ്ഞ സിബി സാറിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയാണ്. ദിലീപ് സാറിനൊപ്പം ഉള്ള അല്ലേ? അതെ. അതിനുശേഷം പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ തന്നെ ഗ്രാമഫോൺ എന്നുള്ള സിനിമ ചെയ്തു. അത് കമൽ സാറിന്റെ സിനിമയാണ്. പിന്നെ തുടർന്നൊരു 10-70ഓളം സിനിമകൾ അങ്ങനെ നമുക്ക് എന്തായാലും മെഗാ ഹിറ്റുകൾ പ്രേക്ഷകർക്ക് നൽകിയ സംവിധായകരുടെ ഓരോ സിനിമകളും ഒരു വലിയ ഭാഗ്യം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് കിട്ടുന്ന വേഷം ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. സിനിമ വിജയപരാജയങ്ങൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നല്ല സിനിമകൾ പോലും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർ വന്ന് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയമാണ്. ഇനി ഏതാണ് അടുത്തൊരു പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗിലാണോ? എന്തായാലും ഈ ഒരു സിനിമയുടെ ഒരു ഇതെന്താണ് ഇതിന്റെ. അപ്പൊ ഇനി ഒരു പുതിയൊരു ചിത്രത്തിന്റെ ഷൂട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ചിത്രത്തിന്റെ റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം അടുത്ത സിനിമ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് അതേപോലെ അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ പ്രേക്ഷകരുടെ ഒരു റിവ്യൂ അല്ലേ? അതെ. അതൊക്കെ ഒന്ന് അറിഞ്ഞ് അവരുടെ ഞങ്ങളോടുള്ള ഒരു സപ്പോർട്ടിംഗ് ഒക്കെ എന്താണെന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് കിട്ടിയതിന് ശേഷമാണ് ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു ഈ ഒരു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ നമ്മുടെ മീഡിയക്ക് മുന്നിൽ ഒരുക്കിയത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പഞ്ചായത്ത് ജെട്ടി പോയി കാണുക. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ വരിക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ ഐ ആം വെയിറ്റിംഗ്.